ഈ മനം പോലെ മംഗല്യം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതാണ് ഇപ്പൊ നടന്നത്. കല്യാണാലോചനയായിട്ട് വരുന്ന ഒരുത്തരെയും പിടിക്കാതെ എത്ര കാലമാണ് ഇവളെന്നെ ബുദ്ധിമുട്ടിച്ചതെന്ന് അറിയാമോ? ഇതൊക്കെ ഒരു യോഗമാണ് രാജിച്ചെന്നായത്. ഈ കല്യാണത്തിന്റെ കാര്യത്തിൽ മാത്രം മുൻവിധികൾ ഒന്നും നടക്കില്ല. അത് ശങ്കരനായരുടെ കല്യാണം തന്നെ അതിന് തെളിവല്ലേ? നമ്മുടെ ശങ്കരൻ നായരെ നമ്മളിങ്ങനെ ഇരുന്ന് ബോറടിക്കുന്നത് ശരിയാണ്. ഉറക്കം വരുന്നുണ്ടാവും. അവർക്ക് വല്ലതും സംസാരിക്കാൻ കാണില്ലേ? എവിടെ നമ്മുടെ അന്തർജനങ്ങള്? മോളെ, നിന്റെ കുട്ടികളെയൊന്നും ഇനി പാടില്ല കേട്ടോ. കല്യാണം കഴിഞ്ഞ പെണ്ണാ. നല്ല അടക്കം ഒതുക്കമായിട്ടൊക്കെ കഴിയണേ. അവള് കൊച്ചുകുട്ടിയൊന്നുമില്ലല്ലോ, അല്ലേ രാധേ? ലക്ഷ്മിക്കുട്ടിയെ, മോളെ നമുക്ക് നാളെയും കാണാം. പോരെ ഭാരതി, നേരം വൈകിക്കണ്ട. എനിക്കൊന്ന് കുളങ്ങര പോണം. പോയിട്ട് വരട്ടെ മോളെ. ബാബു ഇന്ന് ഞങ്ങളുടെ കൂടെ പോര്, നമുക്ക് അവിടെ കിടന്നുറങ്ങാം. അത് ശരിയാ. ഇന്ന് ഇവരെ രണ്ടുപേരെ ഒറ്റയ്ക്കാക്കുന്നത് നല്ലത്. അവിടെ കുട്ടികളൊക്കെ ആയിട്ട് തിരക്കായിരിക്കാം. അവ എനിക്കൊരല്പം ഒഴിഞ്ഞ സ്ഥലമാണ് ഇഷ്ടം. ഞാൻ ശങ്കരനായിട്ട് വീട്ടിൽ കിടന്നോളാം. അവിടെ ഈ പറഞ്ഞ പോലെ ഒരു വിരോധമില്ല. ഒരു കാര്യമുണ്ട്, അവിടെ നല്ല കാറ്റ് കിട്ടും. നല്ല കാറ്റ് കിട്ടും, പക്ഷെ ഭയങ്കര കൊതുവാ. വേണമെങ്കിൽ പോന്നോളൂ. കൊതുവൊന്നും ഇപ്പോഴില്ല. കൊതു ഉണ്ടായാൽ തന്നെ സാരമില്ല, ഒരു ദിവസത്തേക്കല്ലേ. ഒരു വിരോധമില്ല. പക്ഷേ ഈ മേശയും കസേരയൊക്കെ എടുത്ത് മാറ്റി ഒരു പായ വിരിച്ച് കൂടെ കിടക്കാവുന്നതേ ഉള്ളൂ. അവർക്കൊരു കൂട്ടുമായി. അത് വേണ്ട, ഞാൻ അവിടെ കിടന്നോളാം. മാത്രമല്ല, താനല്ലേ ഇപ്പൊ തന്നെ പറഞ്ഞത് ഇന്നവരെ തനിച്ചു വിടണം. ഭാരതി, എന്നാ ഈ ടോർച്ച് പിടിച്ച് മുമ്പിൽ നടന്നോ. അപ്പൊ രാത്രി യാത്രയില്ല. ബോട്ടാ വാ. അപ്പൊ ചേട്ടാ, ഞാൻ രാവിലെ എത്താം. ശരി മോളെ, പോയിട്ട് വരാം. ഓ, കൊച്ചുങ്ങൾ ഉറങ്ങി കാണും. വരൂ ലക്ഷ്മിട്ടി. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞേ? എന്താ ഇത്? ആദ്യ രാത്രി എന്ന് പറയുമ്പോ ചില ചടങ്ങുകളൊക്കെ ഇല്ലേ? എന്താ? ആദ്യം തന്നെ പാൽ നിറച്ച ഗ്ലാസുമായിട്ട് വേണം ഒരു നവവധു മണിയറിലേക്ക് വരാൻ. പെണ്ണിന്റെ വീട്ടിലാവുമ്പോ അമ്മായിയമ്മ ഇതൊക്കെ ചെയ്യിക്കാറുള്ളത്. ഞാൻ നിർബന്ധിച്ചിട്ടാണല്ലോ ആദ്യ രാത്രി ഇവിടെ ആക്കിയത്. അതുകൊണ്ട് ഞാൻ തന്നെ പാല് കാച്ചി അടുക്കളയിൽ വെച്ചിട്ടുണ്ട്. പോയി എടുത്തുകൊണ്ട് വന്നാൽ മതി. പാലവിടെ കാണാനില്ലല്ലോ. കാണാനില്ലെന്നോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അവിടെ ഉണ്ടാവുന്നേ ഞാൻ വെച്ചതല്ലേ. ചിലപ്പോ ആ പിള്ളേരെടുത്ത് അടിച്ചു കാണും. ഇപ്പൊ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ, അളിയന്മാരായി പോയില്ലേ. സാരല്ല, പാലൊന്നും വേണ്ടെന്നേ. അത് പറ്റില്ല. എനിക്ക് ഈ കാര്യത്തിൽ ചില നിർബന്ധങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പഴയ ആചാരങ്ങളൊക്കെ മറക്കാൻ പറ്റുമോ? ഇത് കണ്ടോ അമൂൽ, തൽക്കാലം ഇത് കളിക്കാൻ മതി. നമ്മളല്ലേ അറിയൂ. പാല് എങ്ങനെയുണ്ട് ഈ അലങ്കാരങ്ങളൊക്കെ? എന്തിനാ ഇത്രയധികം പൂവൊക്കെ വാങ്ങി കിട്ടിയത്? എങ്കിലല്ലേ ആദ്യ രാത്രിക്ക് ഒരു സുഗന്ധം ഉണ്ടാവും. മുല്ലപ്പൂ കുറച്ചുകൂടെ സങ്കല്പിക്കണമെന്നുണ്ടായിരുന്നു, കിട്ടിയില്ല. സാരമില്ല. നിങ്ങൾ ആരാ ഇതിനകത്തൊന്നിരിക്കാൻ? വിനയാ മോനെ, വിനയാ. വിനയൻ ഉറങ്ങിയോ? നമ്മുടെ കുട്ടികൾ ഇങ്ങ് വന്നിട്ടുണ്ടോ?
ഉണ്ടല്ലോ, ഞാൻ ഇവിടെ കിടത്തി ഉറക്കിയാലോ എന്ന് ആലോചിക്കായിരുന്നു. വേണ്ട വേണ്ട, ഇങ്ങോട്ട് ഇറക്കി വിട്, ഞാൻ ഉറക്കിക്കോളാം. ഇവിടെ വാടാ, വാടാ ഇവിടെ വാ, ഇങ്ങോട്ട് ഇറങ്ങി ഇവിടെ വാടി, വാടി ഇവിടെ. എടാ ഇവിടെ വരാൻ. ആ ഇന്ന പിടി, വിളക്ക് പിടിക്ക്. ഇനിയും കാണണമല്ലോ. എടി കിടുങ്ങാമണി. 1 2 3 4 ഇനിയും കാണണമല്ലോ വിനയ. ആ കരയുന്നോ? കൊന്നുകളയും ഞാൻ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ വിനയ. കഥ കടച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ. കുട്ടികളും ഞാനും കൂടി പൊയ്ക്കണം. അടക്കണം. നോക്കി നിൽക്കുന്നു ഉറങ്ങാൻ കണ്ട സ്ഥലം. ഇനി ആരെങ്കിലും ഉണ്ടോ നോക്കിയതാ. ഏതായാലും നിന്റെ അച്ഛനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിന്നെയൊക്കെ മേച്ചോണ്ട് നടക്കണല്ലേ, ചില്ലറ പാടൊന്നുമില്ല. ആയിരിക്കട്ടെ. നമുക്ക് എത്ര കുഞ്ഞുങ്ങൾ വേണം? ഒരു 5-6 ആയിക്കോട്ടെ അല്ലേ? പിന്നെ ആദ്യ രാത്രിയിലെ ഒരു പാട്ടൊക്കെ വേണ്ടല്ലേ? എനിക്കറിയില്ല പാടാൻ. അറിയാമെങ്കിലും ഇപ്പൊ പാടില്ലെന്ന് എനിക്കറിയാം. ഏതായാലും നമുക്ക് ആ ചടങ്ങ് തെറ്റിക്കണ്ട. ഇപ്പോഴേ രണ്ടുപേർക്കും ബുദ്ധിമുട്ടില്ലല്ലോ. നേരം എടുത്തറിഞ്ഞില്ലേ? ഇല്ല, കണ്ണടച്ച് തുറന്നപ്പോഴത്തേക്ക് വെളുത്തു പോയതുപോലെ. അവിടെ ഇരുന്ന് ഞാനൊരു സൂത്രം കാണിച്ചേട്ടെ. എന്താ? പറഞ്ഞേക്കണം. എനിക്ക് നാണോ? ആരെങ്കിലും കേട്ടാൽ എന്ത് വിചാരിക്കും? പിന്നെ ഞാനിത് മൈതാനത്തുണ്ട് ഓൺ ചെയ്യാൻ പോകല്ലേ. ഇതേ നമുക്ക് രണ്ടുപേർക്കും മാത്രം കേൾക്കാനുള്ളതാ. ആദ്യ രാത്രിയുടെ ഓർമ്മയ്ക്ക്. നാണില്ലല്ലോ. എന്തിനാ? ആ എനിക്ക് ഈ ഐഡിയ എവിടെ നിന്ന് കിട്ടിയെന്നറിയാം. ഒരു നോവല് വായിച്ചപ്പോഴാ. അന്നേ ഞാൻ എന്റെ മനസ്സിൽ തീരുമാനിച്ചു എന്റെ ആദ്യ രാത്രിയുടെ സംഭാഷണങ്ങൾ ടേപ്പ് ചെയ്ത് വെക്കുന്നു. എന്തിനാന്നറിയാം? എന്തിനാ? വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് ഇട്ട് കേൾക്കാൻ. വർഷങ്ങൾ കഴിയുന്നപ്പോഴാ നീ ഒരു കിഴവിയും ഞാൻ ഒരു കിഴവനും ആവുമ്പോ അന്ന് നമ്മൾ രണ്ടുപേരും പല്ലില്ലാത്ത മോണ കാട്ടിച്ചിരിക്കും. നമ്മൾ എപ്പോഴാ വിനുവേട്ടന്റെ വീട്ടിൽ പോകുന്നത്? വിനുവേട്ടന്റെ വീട്ടിലേക്ക്? എറണാകുളത്ത്? എറണാകുളത്തേക്കൊന്നും നമ്മൾ പോകുന്നില്ല. വീട്ടിലറിഞ്ഞാ ഈ കല്യാണത്തിന് സമ്മതിക്കത്തില്ല. അവര് വേറെ ഏതാണ്ട് പെണ്ണെ നോക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് ഞാനും ബാബുവും കൂടെ സൂത്രത്തിൽ നമ്മുടെ കല്യാണം നടത്തിയല്ലേ. അപ്പൊ അച്ഛനോട് പറഞ്ഞല്ലോ ആര് കല്യാണം കഴിച്ചാലും വിനുവേട്ടന്റെ അച്ഛനും അമ്മയ്ക്ക് സന്തോഷമാണെന്ന്. അയ്യോ, അതൊക്കെ ബാബു തട്ടിവിടുന്നതല്ലേ. അവൻ എന്നെ പോലൊന്നും അല്ല. മുഖത്ത് നോക്കി കള്ളം പറയാൻ യാതൊരു മടിയില്ല. ഞാൻ നിന്നെ കൊണ്ട് അങ്ങോട്ട് ചെന്നാലേ അവരെന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. എനിക്ക് വിനുവേട്ടന്റെ വീട്ടിൽ പോണം. ഇടി പെണ്ണെ, നീ ഇങ്ങോട്ട് നോക്കി. ഇതല്ലേ നമ്മുടെ വീട്. നമുക്ക് കുറച്ച് കഴിയുമ്പം ആ പുഴയോരത്ത് കുറച്ച് സ്ഥലം വാങ്ങിച്ച് ഒരു കൊച്ചു വീട് വെക്കണം. ഞാനില്ല അതിനൊന്നും. പിന്നെ എനിക്ക് വിനുവേട്ടന്റെ നാടാ ഇഷ്ടം. നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് പോണം. പോയിട്ട് പട്ടണത്തിലൊരു ജോലി വാങ്ങണം. എന്നിട്ട് നമുക്ക് അവിടെ കഴിയാം. നീ എന്താ ഈ പറയുന്നത്? ഭാരതത്തിന്റെ ആത്മാവ് എവിടാ നിനക്കറിയാം? എവിടെയായാലും ഈ നാട്ടുമ്പുറത്തുനിന്ന് പോണം നമുക്ക്. അയ്യോ, അച്ഛാ, നീ ആ തോക്കും, ഞാൻ വിളിച്ചോളാം. ഈ കുടിലാണോ നിന്റെ താമസം? അല്ല, അച്ഛനും അമ്മയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ. ബാബുവിനോട് നിന്നെയും കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. അവനെയും കണ്ടില്ല, നിന്നെയും കണ്ടില്ല. അതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. മിസ്സിസ് തമ്പിയുടെ മകളുടെ കല്യാണക്കാര്യം പറയാനല്ലേ?
ബാബു പറഞ്ഞു വിവരങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ ചില കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യേണ്ടി വന്നു. അതെന്താടാ? രാധേ, നീ വന്നേ. അച്ഛനും അമ്മയും ക്ഷമിക്കണം. ഇത് എന്റെ ഭാര്യയാ. രാധേ, ഇതാണ് എന്റെ അച്ഛനും അമ്മയും. കല്യാണം കഴിക്കുന്നെങ്കിൽ അതൊരു നാടൻ പെൺകുട്ടിയായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. നിങ്ങളോട് ആലോചിച്ചാൽ അത് നടക്കില്ലെന്നറിയാം. അതെ, അച്ഛൻ്റെ അമ്മയുടെ കാര്യം സംസാരിക്കും. നീ ഇവിടെ വാ, ഒരു കാര്യം പറയാനുണ്ട്. ശകനകുട്ടി, കാര്യം എന്താണെന്ന് വെച്ചാൽ നീ വിചാരിച്ച കാറുണ്ട്. എന്നെ വിട്ടേ, അച്ഛൻ എനിക്ക് അറിയാമെന്ന്. എന്റെ ഭാര്യയാണ്. നീ ഒരു ഗ്രാമസേവകൻ. എന്താ ഞാൻ എന്റെ കൊച്ചുകുട്ടിയെ പറ്റാണോ ഇത്? എന്നെ വിടാനാ പറഞ്ഞേ. ഒന്നും ചെയ്യരുത്. വിടാൻ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഒന്നും പറയാം. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇവിടെ വാ. എന്ത് കഷ്ടമാണ് അല്ല, ഒന്ന് പറയാൻ സമ്മതിക്കത്തില്ലല്ലോ. അച്ഛൻ വിടാനാ പറഞ്ഞേ. ഇങ്ങോട്ട് അമ്മേ, അച്ഛൻ എനിക്കൊരു സ്വാതന്ത്ര്യം ഇല്ലേ? ഞാൻ ഇപ്പൊ കല്യാണം കഴിച്ചു. ഇനിയിപ്പോ എന്തോ അല്ല, ഞാനൊരു കാര്യം പറയാമാവോ? കാര്യം പറയാനല്ല, കാർ ഓടിക്കാനാണ് നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അല്ല, കൊച്ചമ്മേ സാറും പറഞ്ഞതുപോലെ ഇത് സമ്മതിച്ചു കൊടുത്താൽ നമ്മൾ സ്റ്റാറ്റസ് തകരും. സമ്മതിച്ചില്ലെങ്കിൽ ബിൽ സാറിന്റെ മനസ്സിന്റെ തകരും. ഇതിലേത് തകരുന്ന എളുപ്പം? ഇനി തകരുന്നത് തന്റെ തലയായിരിക്കും. പോടോ. ഒരു പെണ്ണിനെ കണ്ട തല നിവർത്തി നടക്കാത്തവൻ അവൻ. എങ്ങനെ സംഭവിച്ചു? അല്ലോ, വിനയ സാറിന് ഇത്ര ഉശിരുണ്ടെന്ന് എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. ഇനിയിപ്പോ ആ കുട്ടിയെ വീട്ടിൽ കയറ്റാണ്ടിരിക്കാൻ അമ്മയുടെ പരിപാടി. സാറിനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കണമെന്ന്. അതിനെ എന്നെ കിട്ടിയിട്ട് വേണ്ടേ? ഞാനും അത് തന്നെ പറയണത്. വിട്ടുകൊടുക്കരുത് സാറേ. പ്രായപൂർത്തിയായ മക്കളോട് മര്യാദയൊക്കെ വേണ്ടേ? സാറിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു കൊണ്ടല്ലോ. അമ്മയാണ് അച്ഛനാണെന്ന് ഞാൻ നോക്കൂല. കൈവയ്ക്കും ഞാൻ. ഇവർക്കൊന്നും അത്ര മര്യാദ കൊടുത്തിട്ട് കാര്യമില്ല സാറേ. ഞാൻ ആ സമയത്തോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും വരില്ലായിരുന്നു. ഡാഡിയും മമ്മിയും വലിയ ബുദ്ധി ഉപയോഗിച്ചതാ. ഏതായാലും അവരുടെ മകനായ എനിക്കും ആ ബുദ്ധി കുറച്ച് കിട്ടുമല്ലോ. ചേച്ചി ധൈര്യമായിരിക്കും, ഞാൻ എല്ലാം ശരിയാക്കാം. വരൂ. എന്റെ ഗുരുവായൂരപ്പ, എന്താ ഇത്? ഇതാണ് വീട്. ശങ്കരനാരെ, നിങ്ങൾ പോയാ മതി. ഞാൻ പുറത്ത് എവിടെയും ഇരുന്നോളാം. പേടിക്കാതിരിക്കുക. ഞാൻ പറഞ്ഞതല്ലേ ഓർമ്മയുണ്ടല്ലോ. ഓർമ്മയുണ്ട്, ഞാൻ മറന്നു പോകും. വല്ല വഴക്കോ അക്കാളോ വേണ്ടി വരുമോ? ചിലപ്പോ. അയ്യോ, വഴക്കണേ. ഞാൻ താൻ ഇവിടെ വാടോ. ഇതിലും ഭേദം വല്ല ധർമ്മക്കാരും പിടിച്ചോണ്ട് വന്നാൽ മതിയായിരുന്നു. തന്റെ എന്ന് പറഞ്ഞ് നടക്കണം. വരൂ. എന്റെ ഭഗവാനെ, ഇത് വീടോ കൊട്ടാരവോ? ലക്ഷ്മിയെ, എന്റെ തല കറങ്ങണം. അമ്മോനൊരു കാര്യം ചെയ്യും. ഇവിടെ എന്ത് നടന്നാലും അനങ്ങണ്ട. മിണ്ടാണ്ട് ഇവിടെ ഇരുന്നാ മതി. അപ്പൊ വല്ല നടക്കോ? വല്ല അടിപിടി നടക്കുവോ മോനെ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അയ്യോ, അവിടെ എങ്ങാനും വയ്ക്കണോ അലവലാതി? തന്നെ കെട്ടി വലിച്ചോണ്ട് വരാൻ പോയത് ആവത്തായല്ലോ. നമസ്കാരം. ശങ്കരൻകുട്ടി, അല്ല, ഇതാര്? മമ്മിന്റെ അടി എവിടെ? മോളുണ്ട്. വിളിക്കൂ. അയ്യോ, ഇതെന്ത് പറ്റി? അതൊക്കെ പിന്നെ പറയാം. വിളിക്കേ. ഇരുന്നോളൂ, ഇരുന്നോളൂ. ചേട്ടത്തിരിക്കൂ. ശരിക്കിരിക്കാം മാവാ. എന്താ എല്ലാവരും കൂടി ഇങ്ങോട്ട് പോകുന്നത്? അതെ അതെ, ഈ നിൽക്കുന്നത് നിങ്ങളുടെ മകന്റെ ഭാര്യയാണ്. അവളെ അവളുടെ ഭർത്താവിന്റെ വീട്ടിലാക്കാൻ വന്നതാ. നിങ്ങളാണോ പെണ്ണിന്റെ അച്ഛൻ? അല്ല, ഈ നിൽക്കുന്ന ആളാ. ഇത് അമ്മ അമ്മ അമ്മ. ചേച്ചി, കഴിഞ്ഞതെല്ലാം പോട്ടെ. ഒന്നുമില്ലെങ്കിലും നമ്മൾ പെണ്ണുങ്ങൾ. മാറി നിൽക്കൂ. ലക്ഷ്മി, ഇങ്ങോട്ട് പോര് 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 പോര്. തന്റെ പേരെന്താ?
ഞങ്ങളെ അറിയിക്കാതെ ഞങ്ങളുടെ മകന്റെ കല്യാണം നടത്തുന്നത് എവിടുത്തെ മര്യാദയാ? അതിപ്പോ നിങ്ങളൊന്നും പറയണ്ട, കുട്ടിയുടെ അച്ഛൻ പറയട്ടെ. അയാൾ പറയില്ല. അയാൾക്ക് ദേഷ്യം വന്നാൽ ഇന്ന് വിറക്കേ ഉള്ളൂ. പിന്നെ വല്ല വെട്ടോ കുത്തോ വല്ല നടക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇവരെ കൂട്ടിക്കൊണ്ടൊന്നു നീയാണോടാ? എനിക്ക് വേറെ വഴിയില്ലായിരുന്നു മമ്മി. ഇത് കണ്ടോ, എന്നെ ഇവിടെ തനിച്ചാക്കിട്ട് ഡാഡിയും മമ്മി വിനോദിനെ മാത്രം കൂട്ടിക്കൊണ്ടൊന്നില്ലേ? നാട്ടുകാരെന്നെ ഖരാവ് ചെയ്തു. എന്നിട്ട് അവര് തല്ലിയൊന്നോ? നേതാവ് വന്നില്ലായിരുന്നെങ്കിൽ അവരെന്നെ കൊന്നേനെ. എനിക്ക് സംസാരിച്ചു നിൽക്കാൻ നേരമില്ല. നിങ്ങൾ ഈ പെൺകുട്ടിയെ നിങ്ങളുടെ മകന്റെ ഭാര്യയായി സ്വീകരിക്കുന്നോ ഇല്ലയോ? സ്വീകരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്താ ചെയ്യാൻ പോണെന്ന് കാണിച്ചു തരാം. വരൂ കുട്ടി. അയ്യോ, നേതാവ് പോകരുത്. ഡാഡിയോടും മമ്മിയോടും ഞാനും സംസാരിച്ചു നോക്കട്ടെ. എന്നാ വേഗോട്ടെ. മമ്മി, ഡാഡി, ഒരു മിനിറ്റ്. ശങ്കരൻ നായരെ, എനിക്കൊരു മൂത്രശങ്ക. സാരമില്ല. ലക്ഷ്മി, നമുക്ക് നമ്മുടെ വാസുവിനെ തന്നെയായിരുന്നു ഭേദോട്ടോ. നാട്ടുകാരൊക്കെ ചേർന്ന് ജാതിയായിട്ട് ഇങ്ങോട്ട് വരാനിരുന്നതാ. ഞാൻ നേതാവിന്റെ കാല് പിടിച്ച് പറഞ്ഞുകൊണ്ടാ നേതാവ് മനസ്സ് മാറ്റിയത്. നാട്ടുമ്പുറം പണ്ടത്തെ നാട്ടുമ്പുറം ഒന്നല്ല ഇപ്പോ. എന്റെ അമ്മാവിന്റെ വീടിന്റെ മുമ്പിൽ ഒരു ഗർഭസത്യാഗ്രഹം നടന്നു. എന്റെ അമ്മോ, ഞാൻ പോലീസിന് ഫോൺ ചെയ്യാം. ഡാഡി എന്താണ് ഈ പറയുന്നത്? ജാഥ ഇവിടെ വരിക, പോലീസ് ലാത്തി ചാർജ് നടത്തുക, നാളെ പത്രത്തിൽ ന്യൂസ് വരിക. ഡാഡിയുടെ മമ്മിയുടെ സ്റ്റാറ്റസ് പിന്നെ എന്താകും? അയ്യോ, അത് വേണ്ട. ആരും അറിയാതെ കാര്യം ഇങ്ങനെ ഒതുക്കി കിട്ടിയാ മതി. മമ്മി, ഞാനൊരു വഴി പറയട്ടെ. തൽക്കാലം സന്തോഷം ഭാവിച്ച് പെണ്ണിനെ ഏറ്റെടുക്കുക. മറ്റുള്ളവർ പോട്ടെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് ആലോചിക്കാം. രണ്ടിലൊന്ന് ഉടനെ അറിയണം. അത് അറിഞ്ഞിട്ട് വേണം ഞങ്ങളുടെ ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ. ഡാഡി വരൂ. ഡാഡിക്കും മമ്മിക്കും അവരെ അറിയിക്കാതെ കല്യാണം നടത്തിയുള്ള പ്രയാസമാണ്. അത് മാത്രമേ ഞങ്ങൾക്ക് വിഷമമുള്ളൂ. അതിന് ഞങ്ങൾ മാപ്പി ചോദിക്കുന്നു. വേണമെങ്കിൽ നാട്ടിലൊരു പൊതുയോഗം വിളിച്ചുകൂട്ടി പരസ്യമായി മാപ്പി ചോദിക്കാനും തയ്യാറാണ്. അതെ, അതൊന്നും വേണ്ട. കുട്ടിയെ ഞങ്ങൾക്ക് ഇഷ്ടമായി. വാ മോളെ. ചെല്ലുമോളെ, നിന്റെ അമ്മാവിയമ്മയാ. നിങ്ങളിവിടെ എങ്ങനെ എത്തി? മോനെ, എനിക്കും ഡാഡിക്കും രാധയെ വളരെ ഇഷ്ടപ്പെട്ടു. അതെ, ഇനിയിപ്പോ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. എന്ത് പ്രശ്നം? ഓ, മനസ്സിനൊരു സമാധാനമായി. കൽപ്പന, രാധയെ അകത്തേക്ക് കൂട്ടിക്കൊള്ളൂ. വരൂ. ഇന്ന് മോളെ വരിക്കച്ചക്കയാ. അമ്മായിയമ്മയ്ക്ക് നാത്തൂനും കൊടുക്കൂ. ഞാൻ കൊണ്ടുവയ്ക്കാം. ആ മോളെ, ദാ പെട്ടി. ഞാനെടുക്കാം. വരൂ. ചെല്ലുമോളെ. വിചാരിക്കുന്നേരെ നീ നമുക്കിറങ്ങാം. അല്ല, ഇന്നിവിടെ താമസിച്ചിട്ട് നാളെ നമുക്ക് ഒരുമിച്ച് പോയാ പോരെ? എനിക്ക് എന്തായാലും പോണം. എന്റെ ഭാര്യയോടെ ഒറ്റയ്ക്കാം. എന്നാ ഞങ്ങളും വരാം. ചേട്ടൻ എന്തിനാ നാളെ പോകുന്നത്? ഞാൻ ലീവ് എടുത്തിട്ടില്ല. ഏതായാലും ചേട്ടത്തെ ആദ്യമായി ഈ വീട്ടിൽ വന്നതല്ലേ. ഇവിടെ താമസമാക്കാനല്ലോ അവൾ വന്നത്. ഞങ്ങൾ രണ്ടാളും കൂടെ നാളെ അങ്ങോട്ട് തിരിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും കൂടി സൗകര്യം ഉള്ളപ്പോ ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് വരണം. ഓ വരാം. ഞങ്ങൾ ഇറങ്ങട്ടെ. വരട്ടെ ചേച്ചി. Darling, take it easy. ഈസി ആയിട്ട് എടുക്കാനോ? എന്നെ തോൽപ്പിച്ചെന്നായിരിക്കും അവരുടെ വിചാരം. ഈ ലീല ആരാണെന്ന് അവർക്ക് അറിഞ്ഞൂടാ. Then what is your plan? എന്റെ വിനു മിസ്സിസ് തമ്മിയുടെ മോളെ തന്നെ കല്യാണം കഴിക്കും. അപ്പോ ഈ കുട്ടിയോ? അവളെ എന്ത് ചെയ്യണമെന്ന് നമുക്ക് ആലോചിക്കാം. ഇതാ, ഇതിലേത് വേണമെങ്കിലും എടുത്തോളൂ. എന്താ ഇത്? നന്നായിട്ടില്ലേ? അയ്യേ, എന്തൊക്കെയാ കാണിച്ചു വെച്ചിരിക്കുന്നത്? പോയി ഇതൊക്കെ മാറ്റി വരൂ. എനിക്കിതാ ഇഷ്ടം. എനിക്കിതാ ഇഷ്ടം. നിന്റെ തലയ്ക്ക് വേട്ട. ഇതൊക്കെ ഇവിടുത്തെ പരിഷ്കാരി പെണ്ണുക്കെ ചേരൂ. എനിക്കിത് കാണുന്ന ദേഷ്യ. അപ്പൊ എന്റെ ഭാര്യ ഇങ്ങനെ തുടങ്ങിയ? കൽപ്പന പറഞ്ഞല്ലോ നന്നായിട്ടുണ്ടെന്ന്. അതവളാണോ തീരുമാനിക്കുക? എന്റെ ഭാര്യ വേഷത്തിലും ഭാവത്തിലും ഒരു നാടൻ പെൺകുട്ടിയായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. 7 വെളുപ്പിന് എണീറ്റ് കുളിച്ച് മുടിയിൽ തുളസിക്കതിർ ചൂടി
നെറ്റിയിൽ ചന്ദനക്കുറിയിട്ട് ചുണ്ടിൽ മന്ദഹാസവുമായി ചുണ്ടത്തി ചായയൊക്കെ വാരിതേക്ക് ആരാ നിന്നോട് പറഞ്ഞേ? തൂത്തുളഞ്ഞേ. എനിക്കിതാ ഇഷ്ടം. രാധ, നിന്നേക്കാൾ കൂടുതൽ ലോകം കണ്ടിട്ടുള്ളതാണ് ഞാൻ. എന്നിട്ടാണ് ഈ പഴഞ്ചൻ സ്വഭാവം വെച്ച് നടക്കുന്നത്. സ്കൂളിൽ എന്റെ കൂടെ പഠിച്ചിരുന്ന വാസന്തി കണ്ടിട്ടുണ്ടോ? ഞാൻ എങ്ങനെ കാണാനാ? അവളുടെ കല്യാണം കഴിഞ്ഞ് പോയ ശേഷം ഒരു വരവ് വന്നു. മുടിയൊക്കെ വെട്ടി മുട്ടുവരെയുള്ള ഉടുപ്പും ഇട്ട് കാണാൻ എന്ത് ചന്തമായിരുന്നു. തനി അശ്രീരായിരിക്കും. എന്തായാലും അവളുടെ ഭർത്താവിനെ പോലെ അല്ല ഞാൻ. ഏതായാലും കഴിഞ്ഞതൊക്കെ പോട്ടെ. നമ്മളമ്മ വെറുതെ വഴക്കിട്ട് സമയം കളയണ്ട. രാധ പോയി വേഷമൊക്കെ മാറ്റി വരൂ. എനിക്ക് കുറേയേറെ കാര്യങ്ങൾ നിന്നെ പറഞ്ഞു മനസ്സിലാക്കാറുണ്ട്. മോളെ, നമുക്കൊരു സിനിമ കാണാൻ പോവാ. വേണ്ട വേണ്ട, ഞാൻ സിനിമ കാണാറില്ല. നിന്നോടല്ലോ, അവളോടല്ലേ ചോദിച്ചത്. ഇവനൊരു പ്രത്യേക സ്വഭാവക്കാരനാ. ഇവൻ വരില്ല. നമുക്ക് പോവാം മോളെ. അമ്മേ, രാധ വരുന്നില്ല. അമ്മ പൊയ്ക്കോളൂ. എനിക്ക് സിനിമ കാണണം. നമുക്ക് പോവാനേ. വേണ്ടാത്തവരോട് എന്തിനാ നിർബന്ധിക്കാൻ പോകുന്നത്? നമുക്ക് പോവാം മോളെ. ദേ, നിനക്ക് പൊടിയരി കഞ്ഞി ചമ്മന്തി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പുറത്ത് ആഹാരം കഴിച്ചിട്ട് വരും. വാ മോളെ. ഗുഡ് നൈറ്റ് മമ്മി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ചേച്ചി. അല്ല, നീ അങ്ങോട്ടാ? വിനോട്ടിന്റെ മുറിയിലേക്ക്. അയ്യോ, അവൻ ഉറങ്ങിയിരിക്കില്ലേ? മോള് ചെന്നേ കൽപ്പനയുടെ മുറി കിടന്നു. അല്ല, അത് ദേ, ഉറക്കത്തിൽ എണിപ്പിച്ചല്ലേ അവന് ദേഷ്യം വരും. മോളെ, രാധയെ വിളിച്ചോണ്ടെന്ന് നിന്റെ മുറി കിടത്തിക്കോ. മോള് ചെല്ല്. ഗുഡ് നൈറ്റ്. വരൂ.